ഒരു മനോഹരമായ കഥ കേൾക്കാനിടയായി. ഇരട്ട കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണിത്. ആദ്യത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഡെലിവറിക്ക് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കുഞ്ഞ് മറുപടി പറയുന്നു, തീർച്ചയായും ഡെലിവറിക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടാകേണ്ടതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കായുള്ള ഒരുക്കത്തിന്റെ സമയമായിരിക്കാം ഇത്. ആദ്യത്തെ കുഞ്ഞ്, അത് വെറും മണ്ടത്തരമാണ്. എന്ത് ജീവിതമാണ് ഇതിനു പുറത്ത് ഉണ്ടാകാൻ പോകുന്നത്? അതെനിക്കറിയില്ല. രണ്ടാമത്തെ കുഞ്ഞ് മറുപടി പറയുന്നു, ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ കൂടുതൽ വെളിച്ചമുണ്ടാകും. നമ്മൾ കാലുകൾ കൊണ്ട് നടക്കാം, വാ ഉപയോഗിച്ച് ആഹാരം കഴിക്കുമായിരിക്കാം. നമുക്ക് ചിലപ്പോൾ മറ്റു പല ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കാൻ സാധിച്ചേക്കാം. നമുക്കിപ്പോൾ അത് അറിയില്ല, മനസ്സിലാകുന്നില്ല എന്ന് മാത്രമായിരിക്കാം. ആദ്യത്തെ കുഞ്ഞ്, അത് ഇമ്പോസിബിൾ ആണ്. കാലുകൊണ്ട് നടക്കുന്നതും വാ ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നതും തികച്ചും അസംബന്ധമാണ്. ശാസ്ത്രപരമായി നോക്കിയാൽ പൊക്കിൾ കൊടിയാണ് നമുക്ക് ആഹാരം നൽകുന്നത്. അത് നിലച്ചാൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും. അതുകൊണ്ട് ഇതിനു ശേഷമുള്ളൊരു ജീവിതം യുക്തിപരമായി നോക്കിയാൽ തള്ളിക്കളയേണ്ടി വരും. രണ്ടാമത്തെ കുഞ്ഞ്, ചിലപ്പോൾ ഒരു പക്ഷേ ജീവിതം അവിടെ വ്യത്യസ്തമാണെങ്കിലോ? ശരി, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആരും ഇതുവരെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല? ഡെലിവറി എല്ലാത്തിൻ്റെയും അവസാനമാണ്. ഡെലിവറിക്ക് ശേഷം നിശബ്ദതയും ഇരുട്ടും ഒന്നുമില്ലായ്മയുമാണ്. അത് നമ്മെ എവിടേക്കും നയിക്കുന്നില്ല. രണ്ടാമത്തെ കുഞ്ഞ്, തീർച്ചയായും നമ്മൾ നമ്മുടെ അമ്മയെ കണ്ടുമുട്ടും. അവൾ നമ്മുടെ കാര്യങ്ങൾ നോക്കും. ആദ്യത്തെ കുഞ്ഞ്, അമ്മയോ? നീ അമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അമ്മയുണ്ടെങ്കിൽ അവളിപ്പോൾ എവിടെയാണ്? രണ്ടാമത്തെ കുഞ്ഞ്, അവൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഷീസ് ഓൾ അറൗണ്ട് അസ്. നമ്മൾ അവളിൽ നിന്നാണ്. നമ്മൾ അമ്മയുടെ ഉള്ളിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവളെ കൂടാതെ നമ്മുടെ ഈ ലോകം ഉണ്ടാകുമായിരുന്നില്ല, നിലനിൽക്കുമായിരുന്നില്ല. ആദ്യത്തെ കുഞ്ഞ്, എനിക്ക് അമ്മയെ കാണാൻ കഴിയുന്നില്ലല്ലോ. അമ്മ ഇവിടെ ഇല്ല എന്നത് വളരെ ലോജിക്കലാണ്. അതിന് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മറുപടി ഇതായിരുന്നു, ചിലപ്പോൾ നിശബ്ദതയിൽ ഇരുന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ അമ്മയുടെ സാമീപ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവൾ നമ്മെ സ്നേഹത്തോടെ മുകളിൽ നിന്ന് വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ താഴെ കമൻറ്റ് ബോക്സിൽ നൽകുവാൻ മറക്കില്ലല്ലോ.